എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. രണ്ടുപേരും ഉണ്ടല്ലോ. എന്നാണ് വിശേഷമൊക്കെ? ഇന്നത്തെ പ്രത്യേകത എന്നാണെന്നറിയാവോ? ഇന്ന് ജൂൺ 5-ാം തീയതി. എല്ലാ വർഷവും ജൂൺ 5-ാം തീയതിയാണ് സാധാരണ രീതിയിൽ നമ്മള് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിച്ചു വരുന്നത്. ഇന്ന് 5-ാം തീയതിയിലെ പത്രം എടുത്ത് വായിക്കുന്ന അവസരത്തിലും ഞാൻ ഇത് ഓർത്തു പോയായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മുടെ യുവജനങ്ങൾ എന്താ ഇന്നത്തെ രീതിയിൽ എന്താണ് ഒരു കാര്യക്ഷമമായിട്ട് ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ കടന്നു വരുന്നത്. കൊള്ളാം. ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മിഠായി തരാം, ഒരു സമ്മാനം. എൻവയൺമെന്റ് ഡേയുടെ പരിസ്ഥിതി ദിനത്തിന്റെ ഈ ഒരു രീതിയിൽ എല്ലാവർക്കും ഒരു മിഠായി തരാം. എല്ലാവർക്കും ഒരു മിഠായി എടുത്തു. ഓർമ്മാക്കണ്ട, 2-3 കൈ നടന്നെടുത്തു, വായി എടുത്തു. ഇനി എടുക്കാൻ പറ്റുമോ വയ്യ? അപ്പൊ കൊള്ളാം. അപ്പം പ്രകൃതിയിൽ എവിടെയെങ്കിലും നമുക്ക് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം കേട്ടോ. അങ്ങനെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കണം. എന്തുകൊണ്ടാണ് ഈ പരിസ്ഥിതി ദിനം വെക്കുന്നതെന്ന് അറിയാവോ? ഇല്ല. പരിസ്ഥിതി ദിനം വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ലോകമെമ്പാടും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് മലിനീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആഗോള വ്യവസ്ഥയെ മുഴുവൻ ബാധിക്കാൻ കാരണമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് ലോക ഐക്യരാഷ്ട്ര സംഘടന ഏറ്റെടുക്കുകയും ഇങ്ങനെ ഒരു പരിസ്ഥിതി ദിനം എല്ലായിടത്തും ആഘോഷിക്കണം. ഒരു ദിവസം തന്നെ കോടിക്കണക്കിന് ആളുകൾ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ എത്രമാത്രം പ്രകൃതിയുടെ സംരക്ഷണമാണ് നൽകുന്നത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പരിസ്ഥിതി ദിനം ലോകമെമ്പാടും ആചരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. നമുക്ക് അതിനോട് സഹകരിക്കണ്ടേ? യെസ്, അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മിഠായി തന്നേക്കുന്നത് കേട്ടോ. കൊള്ളാം, മിടുക്കരായിട്ട് പോകും കേട്ടോ. ഹലോ, അവിടെ മിഠായി കടലാസ് എന്താ? പ്ലാസ്റ്റിക് അല്ലേ? പ്ലാസ്റ്റിക് നിലത്തിടാൻ പാടുണ്ടോ? പള്ളി പരിസരമല്ലേ? പള്ളി പരിസരത്ത് അങ്ങനെ മിഠായി കടലാസ് ഇടാൻ പാടുണ്ടോ? അതും പ്രത്യേകിച്ച് യുവജനങ്ങള്. അതുകൊണ്ട് നമുക്ക് ആ പ്ലാസ്റ്റിക് മലിനമാക്കുന്നതാണ്, ഭൂമിയെ മലിനമാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ പ്ലാസ്റ്റിക് കടലാസ് നമുക്ക് എവിടെ ഇടണം? വേസ്റ്റ് ബോക്സ് ഇടണം കേട്ടോ. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഒരു ഡ്യൂട്ടിയും കൂടെ തരികയാണ്. മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ഈ സംഗതി നിങ്ങൾ പറഞ്ഞു കൊടുക്കും കൂടി ചെയ്യണം. അത് പള്ളി പരിസരത്ത് മാത്രമല്ല, എവിടെയാണെങ്കിലും മിഠായി കിട്ടി കഴിഞ്ഞാൽ മിഠായി കടലാസ് നമ്മൾ പുറത്തേക്ക് എറിയുന്ന ഒരു രീതിയുള്ളത്. അത് പാടില്ല. നമ്മൾ മിഠായി കടലാസ് യഥാസ്ഥാനത്ത് നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ ഹാപ്പി പരിസ്ഥിതി ദിനം.